ിലേക്ക് വരാം. ഇപ്പോൾ അജയ് തറയിൽ, ശ്രീ അജയ് തറയിൽ, താങ്കൾക്ക് നേരിട്ടറിയാം, ശബരിമലയുടെ ഭരണകാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടിരുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ, ഭരണസമിതിയുടെ ഭാഗമായി. ഈ ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ താങ്കളുടെ കാലഘട്ടത്തിൽ അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി അവിടെയുള്ള കാര്യം? എനിക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. അതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു ഉൾക്കഴകത്തിന്റെ പരിചാരകനായിട്ട് വന്ന് കൂടിയൊരുത്തനാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നെ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് അവിടെ ദ്വാരപാലകരുടെ സ്വർണം പൂശാം എന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കളൊക്കെ ഭരണസമിതിയിൽ ഈ ദേവസ്വം ബോർഡിന്റെ സംവിധാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ എന്താണ് ദേവസ്വം അതിന്റെ ശബരിമലയുടെ പ്രവർത്തനം എന്നൊക്കെ പരിശോധിച്ച് കാണുമല്ലോ. അവിടെ ഇപ്പോഴും ഞങ്ങൾക്ക് അവശേഷിക്കുന്ന ഒരു സംശയം, വിജയ് മല്യ അവിടെ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പതിഞ്ഞു എന്നതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ദേവസ്വത്തിന്റെ രജിസ്റ്ററുകളിൽ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി സൂചിക്കുന്നുണ്ടോ? താങ്കൾ അത് പരിശോധിച്ചിട്ടുണ്ടോ? അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ദേവസ്വത്തിന്റെ രജിസ്റ്ററിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 30.5 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഞങ്ങൾ നോക്കിയിട്ടില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അവിടെ സ്വർണ്ണ കൊഴിവരം പൂശിയപ്പോൾ ഹൈക്കോടതി കമ്മീഷണർ ആയിരുന്ന അഡ്വക്കേറ്റ് കുറുപ്പ് അദ്ദേഹം വരികയും അദ്ദേഹം അന്ന് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന അജിത്ത് അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അദ്ദേഹം കോടതിയിൽ അത് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ 30.5 കിലോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ദ്വാരപാലകന്മാർ അതിന്റെ കട്ലപ്പടി, അതിന്റെ ഡോർ ഇതെല്ലാം സ്വർണം പൂശുകയല്ല ചെയ്തത്, സ്വർണം പൊതിയുകയാണ്. ഞങ്ങൾ സ്വർണം പൊതിയുകയാണ്. ആ സ്വർണം പൊതിയുക എന്ന് പറയുന്നത് സ്വർണം ഏതാണ്ട് ഓയിൽ പേപ്പറിന്റെ കരത്തിൽ സ്വർണം തട്ടിയെടുത്ത് അത് ഇതിൽ പതിപ്പിക്കുക. അത് ഒരു ലെയർ പതിപ്പിക്കും, അത് പോളിഷ് അതിന്റെ അടുത്ത ലെയർ പതിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിപ്പിച്ച പതിപ്പിച്ച ദ്വാരപാലകരെ ഒരു കാരണവശാലും അവിടുന്ന് കൊടുത്തയക്കാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണമെങ്കിലും ആ സ്ഥലത്ത് തന്നെ വെച്ച് അവിടെ കാലിബ്രേറ്റ് ചെയ്ത ഒരു വെയിങ് മെഷീൻ തൂക്കി അതിനുശേഷം പ്രവൃത്തി ചെയ്ത് വീണ്ടും തൂക്കി അങ്ങനെ അവിടെ തിരുവാഭരണ കമ്മീഷണർ, വിജിലൻസ് ഓഫീസർ, ഗാർഡുമാർ അടക്കമുള്ളവരുടെ സ്ഥാനത്ത് ചെയ്യേണ്ട ഒരു കാര്യം. 2019 എന്തിനു വേണ്ടിയാണ് ഇവന്റെ കയ്യിൽ ഈ സാധനം കൊടുത്തു വിട്ടത്? യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയോ ഒരു സ്ഥാപനമോ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുകയും അന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിങ്ങൾക്കറിയാം ഈ സ്വർണം മുഴുവനും ഈ പൊട്ടാസ്യം സൈനൈഡ് ലായനി ഉപയോഗിച്ച് അതിന് ഉരുക്കിയെടുക്കും. അങ്ങനെ ഉരുക്കിയെടുത്തതിന് ശേഷം അവർ ചെയ്തത് അത് ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് ആണ് നടത്തിയത്. 1 ഗ്രാം തങ്കം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടുവന്നത്. ശരി, താങ്കൾ ദയവായി ഒന്ന് തുടരുക. ശ്രീ ജെ പത്മകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടി പത്മകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശ്രീ പത്മകുമാർ, താങ്കളുടെ കാലഘട്ടത്തിൽ 2019 ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അതാണ് വലിയൊരു ആക്ഷേപമായി വരുന്നത്. എങ്ങനെ ഇത് പുറത്തേക്ക് കൊടുത്തുവിട്ടു എന്ന ചോദ്യമാണ്. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ എന്താണെന്ന് സംഭവിച്ചത്? അതിന് മറുപടി പറയേണ്ട കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കാനും ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കാനും ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങൾ ആകെ പരിശോധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് മാത്രമല്ല, 98 മുതലുള്ള അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്റെ കാലത്ത് ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പീഠം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചെമ്പ് പാളിയാണ്. ദ്വാരപാലക ശില്പം കറുത്തിരിക്കുന്നു, അത് മാറ്റണം. ഏതായാലും നമ്മൾ തീരുമാനിച്ചത് എന്താ? ഞങ്ങൾ തീരുമാനിച്ചത് അത് സ്വർണം പൊതിയാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ദേവസ്വം ബോർഡിന്റെ സ്വർണം എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് സ്പോൺസർ എന്നുള്ള രൂപത്തിൽ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ നയപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു. ദേവസ്വം ബോർഡിന്റെ
അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമത്തിന് വിരുദ്ധമായിട്ടോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ കൈപ്പടയിൽ എഴുതിയ ബോർഡിന്റെ തീരുമാനം അവിടെയുണ്ട്. കോടതി, ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുമ്പോൾ അത് ഉൾപ്പെടെ പരിശോധിക്കപ്പെടണമല്ലോ. അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. എന്തെങ്കിലും ഒരു ദോഷം അവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളാരും ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു കാര്യം, ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ വസ്തുക്കളിൽ ഉൾപ്പെട്ടിരുന്നതല്ലേ ദ്വാരപാലക ശില്പങ്ങളും? പിന്നെ എങ്ങനെയാണ് അത് ചെമ്പായി മാറിയത് എന്നാണ് സംശയം. അല്ല, ഞാനിപ്പോ അതിനെപ്പറ്റി ഒരു കമന്റും പറയുന്നില്ല. വിജയ് മല്യ പോലുള്ളവരെ കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യിച്ചവര് തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഞാനിപ്പോ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. അതായത് ഈ 2019 താങ്കളുടെ നിരീക്ഷണത്തിൽ അത് ചെമ്പ് തന്നെയാണ്. അതാണല്ലോ ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്വർണം പൂശുണ്ടായിരുന്നോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് പറയട്ടെ. ബഹുമാനപ്പെട്ട കോടതിയാണല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ ഈ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ആരാണ് കുറ്റവാളി എന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വാഭാവികമായിട്ടുണ്ടാവണമല്ലോ. അതാണ് എന്റെ ആവശ്യം. ഞാൻ ആവശ്യപ്പെടുന്നത് അതാണ്. അല്ല, ഞാൻ അത് അന്വേഷണ വഴിക്ക് നടക്കട്ടെ. വ്യക്തതയ്ക്ക് വേണ്ടി 2019 ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണല്ലോ, അന്നത്തെ ഒരു ഭരണസമിതിക്ക് പങ്കില്ലാത്ത തെറ്റാണെങ്കിൽ നിങ്ങൾ കൂടി അതിൽ കക്ഷി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2019 ഇത് ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ചെമ്പ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ എന്നാണ് ഉത്തരവിൽ പറയുന്നത്, താങ്കളുടെ കാലഘട്ടത്തിലുള്ള ഉത്തരവിൽ. അതിൻ്റെ അർത്ഥം അത് ചെമ്പായിരുന്നു, അത് സ്വർണം പൊതിഞ്ഞിരുന്നില്ല എന്ന് തന്നെ വ്യക്തമാണ്. താങ്കളുടെ ബോധ്യം അങ്ങനെയല്ലേ? ഏതായാലും നോക്കാം, അന്വേഷിക്കട്ടെ. ഇപ്പൊ കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അതിനകത്ത് കയറി ഞാൻ വർത്താനം പറയുന്നത് ശരിയല്ലല്ലോ. അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നു മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇത് മാത്രം പോരാ. കാരണം അവിടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സ്പോൺസർമാരുടെ ജോലി, അതുപോലുള്ളവരുടെ ജോലി എന്താണ് നടക്കുന്നത്, ഇതിനകത്ത് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇതിവിടുന്ന് കൊണ്ടുപോയിട്ട് വിശ്വാസ തട്ടിപ്പ് നടത്തി. പത്മകുമാറുമായുള്ള ടെലിഫോൺ കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. യെസ്, പത്മകുമാറിലേക്ക് നമുക്ക് തിരികെ വരാം. അജയ് തറയിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ അജയ് തറയിൽ കേട്ട് കാണും പത്മകുമാറിന്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് അത് ചെമ്പായിരുന്നു, അതാണ് തന്റെ ബോധ്യം, അങ്ങനെയാണ് ഉത്തരവിറങ്ങിയത്, അല്ലാതെ ഉത്തരവിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന ചോദ്യമാണ്. അപ്പോൾ അതിന് മുമ്പ് ഇരുന്ന ഭരണസമിതി എന്ന രീതിയിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അത് ചെമ്പാണോ സ്വർണ്ണമായിരുന്നോ എന്ന കാര്യം. അത് കൃത്യമായി സ്വർണം പൊതിഞ്ഞതാണ്, സ്വർണം പൂശിയതല്ല. അത് സ്വർണം പൊതിഞ്ഞതാണ്. അത് അവിടെ നിന്ന് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അഥവാ അതിന് കൂടുതൽ സ്വർണം പൂശണമെങ്കിൽ അവിടെ തന്നെ വെച്ച് ചെയ്യണം. അത് ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദേവസ്വം ബോർഡ് ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ ടെമ്പിളിന്റെ ആ പെർമിഷനിൽ നിന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രക്രിയയിലൂടെ മാത്രമേ നടത്താവൂ. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അത് വീണ്ടും അകത്ത് ലോക്കൽ വെക്കുക, പിറ്റേ ദിവസം രാവിലെ പിന്നെയും എടുക്കുക. അങ്ങനെ ചെയ്ത് അവിടെ വെച്ച് പണി തീർക്കണം. തിരുവാഭരണ കമ്മീഷണറുടെയും വിജിലൻസ് ഓഫീസറുടെയും മുന്നിൽ ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രവൃത്തി ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞു കൊടുത്തു എങ്കിൽ ഞാൻ പറയുന്നു ഇത് വളരെയേറെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ശ്രീ വിജയമല്ലിയെ അവിടെ പൊതിഞ്ഞ സ്വർണം ചെമ്പാണ് എന്ന് പറഞ്ഞ് കൊടുത്തയക്കുകയും